ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ, എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഹാലേലു 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 ഹാലേലൂയ. ജീവന്റെ നാഥനേ, സകലത്തിനുടയോനേ, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ഹാലേലു 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 ഹാലേലൂയ. മരണത്തിൻ നേരത്തും കൂട്ടുവരുന്നോരേ, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ഹാലേലു 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 ഹാലേലൂയ. മരണത്തിനപ്പുറം ജീവൻ നൽകുന്നോനേ, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ഹാലേലു 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 ഹാലേലൂയ. ഹാലേലു 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 ഹാലേലൂയ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ, ഞാനാണ് ജീവനും പുനരുത്ഥാനവും എന്ന് അരുളി ചെയ്തവനെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് ഉറപ്പ് തന്നവനെ, ജീവൻ്റെ കാരണമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശമുള്ള ഞങ്ങളുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ഈ ദിവസം ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങയുടെ ആരാധ്യമായ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി അങ്ങയുടെ തിരുമുമ്പിൽ കൊണ്ടുവരുന്നു. വളരെ പ്രത്യേകമായി രോഗാതുരമായിരിക്കുന്ന ഈ ലോകത്ത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മരണമടഞ്ഞ എല്ലാ ദൈവമക്കളെയും ഈശോയെ സ്നേഹത്തോടെ കൊണ്ടുവരുന്നു.
മരിച്ചുപോയ 10,000-കണക്കിന് മനുഷ്യരിൽ ഒട്ടേറെ പേർ അവസാനമായ കുദാശകൾ സ്വീകരിക്കാനോ പ്രിയമുള്ളവരുടെ അന്ത്യോപചാരം സ്വീകരിക്കാനോ ഒന്നും കഴിയാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടതായി വന്നത്. അതിനെ ഓർത്ത് വേദനിക്കുന്ന ജീവിക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. സ്നേഹത്തോടെ കർത്താവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ കൊണ്ടുവരുന്നു. ഈശോയുടെ നാമം കേൾക്കാതെയും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശബ്ദം കേൾക്കാതെയും എല്ലാം കടന്നു പോയിരിക്കുന്ന ആത്മാക്കളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. ഓ ഈശോ, നീ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. നിന്നിൽ വിശ്വസിച്ചാൽ നീ ജീവനും പുനരുത്ഥാനവും ആകയാൽ നിന്നിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉയർപ്പിച്ചതുപോലെ തന്നെ അതേ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും ഉയർപ്പിക്കപ്പെടുമെന്നുള്ള ഉറപ്പിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. സ്നേഹത്തോടെ കഴിഞ്ഞ നാളുകളിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. നമ്മളും കടന്നു പോകേണ്ടവരല്ലേ? നമ്മളും അവരോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടേണ്ടവരല്ലേ? അതെ ഈശോ, സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും നൽമരണത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിവസം സ്നേഹത്തോടെ കഴിഞ്ഞു പോയ തലമുറകളെ, കഴിഞ്ഞ നാളുകളിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും നിത്യസൗഭാഗ്യം നൽകണമേ. മരണം ഞങ്ങളെയും കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം കർത്താവേ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളാരും ഈ ലോകത്തിൻ്റെ മാത്രം സ്വന്തമല്ല. ആത്യന്തികമായി ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ് എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിന് അവകാശപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത ഞങ്ങളിൽ ജനിപ്പിക്കണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മളെ തന്നെ കൊടുത്ത് നമുക്കവനെ ആരാധിക്കാം. ജീവൻ്റെ കാരണമായ കർത്താവിനെ ആരാധിക്കാം. മരണത്തിൻ്റെ മേൽ ആധിപത്യമുള്ള കർത്താവിനെ നമുക്ക് ആരാധിക്കാം. മരണത്തെ മരണത്തിലൂടെ പരാജയപ്പെടുത്തിയ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കുരിശു മരണത്തിലൂടെ മരണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. മരിച്ചുത്ഥാനം ചെയ്ത യേശുവിനെ നമുക്ക് ആരാധിക്കാം. തിരുവോസ്തി രൂപനായി ഇന്നും ജീവിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവന്റെ പുനരുത്ഥാനത്തിൽ നമ്മെയും പങ്കുകാരാക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജീവന്റെ നാഥനെ, സകലത്തിൻ നായക, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ആത്മാക്കൾക്കായി പ്രാർത്ഥനകൾ ചൊല്ലി അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ഓ ഈശോയെ, ഈ സമയം പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന, ആകസ്മികമായ മരണങ്ങൾ സംഭവിച്ചതുകൊണ്ട് വേദനിക്കുന്ന ഏതെങ്കിലും കുടുംബാംഗങ്ങളോ പ്രിയപ്പെട്ടവരോ സ്നേഹിതരോ ഈ പ്രാർത്ഥനാ സമൂഹത്തിൽ പങ്കുകാരാകുന്നുവെങ്കിൽ അവരെ എല്ലാവരെയും നീ ആശ്വസിപ്പിക്കണമേ. നീ ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് നീ അവരെ ഓർമ്മപ്പെടുത്തണമേ. കർത്താവേ, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി അവരോട് ചേർന്ന് അവർക്ക് വേണ്ടി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരെല്ലാവരും സ്വർഗത്തിൻ്റെ ഭാഗമായി തീരും എന്നുള്ള ബോധ്യം ഹൃദയങ്ങളിൽ നീ ജനിപ്പിക്കണമേ. വളരെ പെട്ടെന്ന് കടന്നുപോയ ആത്മാക്കളെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ഓ ഈശോയെ, നിന്റെ സ്നേഹവും വിശ്വാസത്തിലുള്ള ഉറപ്പും നീ സമയം പ്രദാനം ചെയ്യണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ജീവനും പുനരുത്ഥാനവുമാണല്ലോ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണല്ലോ, ഇന്നും ജീവിക്കുന്നവനാണല്ലോ. ഓ ഈശോ, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാക്കൾക്കായി പ്രാർത്ഥനകൾ ചൊല്ലി അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. നന്മരണത്തിൻ്റെ മധ്യസ്ഥനോടൊപ്പം അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ജീവിത പങ്കാളിയെ തനിയാക്കി, മക്കളെ തനിയാക്കി, സ്നേഹിതരെ തനിയാക്കി, കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഒരാളുടെ മേൽ ഏറ്റെടുക്കേണ്ടതായി വന്ന
ഭാരവുമായി കഴിയുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. പ്രിയമുള്ളവരുടെ മുഖം കാണാനോ അന്തിമമായൊന്ന് ചുംബിക്കാനോ കഴിയാതെ കടന്നു പോയതിനെ ഓർത്തുകൊണ്ട് വേദനിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ, ഓ ഈശോയെ, അവർക്ക് അങ്ങയുടെ ആനന്ദവും സന്തോഷവും സമാധാനവും ഇപ്പോൾ പ്രദാനം ചെയ്യണമേ. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെയും നിറയ്ക്കണമേ. നീയാണ് പുനരുത്ഥാനവും നീയാണ് ജീവനുമെന്ന് അവരുടെ കാതുകളിൽ നീ മന്ത്രിക്കണമേ. എല്ലാവർക്കും ആന്തരികമായ ശക്തി കൊടുക്കണമേ. അവരാരും തനിയെ അല്ല എന്നുള്ള ബോധ്യം കൊടുക്കണമേ. ഈശോയിലേക്ക് നമുക്ക് ഓരോ ആത്മാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതെ, മരിച്ചു വീഴുന്ന ഏതൊരാത്മാവിന് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അവരോട് നമ്മൾ കൂട്ടുചേരുകയാണ്. നാം ഒരേ സഹോദരങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമോ കർത്താവേ, ചേർത്ത് പിടിക്കണമേ കർത്താവേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ വേദന പേറുന്നോരോടൊപ്പം അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. വേർപാടിൻ വേദന പേറുന്നോരോടൊപ്പം അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പിനോടൊപ്പമുള്ള നമ്മളുടെ ഈ ആത്മീയ യാത്രയുടെ 25-ാം ദിവസമായി ഇന്ന് നാം ധ്യാനിക്കുന്നത് മരിക്കുന്നവരുടെ ശരണമായ യൗസേപ്പ്, മരണത്തിൻ്റെ മധ്യസ്ഥൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു പക്ഷേ വിശുദ്ധനെ തിരുസഭയുടെ മുഴുവൻ മധ്യസ്ഥനായി ഉയർത്തുന്നതിന് മുമ്പ് തന്നെ സഭയിലുള്ള പാരമ്പര്യമാണ് നൽമരണത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് യൗസേപ്പ് എന്നുള്ളത്. നമുക്ക് സ്നേഹത്തോടെ ആ വിഷയത്തെ ഒന്ന് ധ്യാനിക്കാനും പ്രാർത്ഥനയാക്കാനുമായി ശ്രമിച്ചു നോക്കാം. ദൈവവചനം: കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. സഹോദരങ്ങളെ, യൗസേപ്പിനെ പോലെ ജീവിക്കാൻ മാത്രമല്ല, യൗസേപ്പിനെ പോലെ മരിക്കാനും നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചു പോകും. ഈശോയുടെ മടിയിൽ ചാഞ്ഞു കിടന്നും പരിശുദ്ധിയായ മറിയത്തിൻ്റെ സാന്നിധ്യത്തിലും മരിക്കാൻ കഴിയുന്നതിനേക്കാൾ അനുഗ്രഹീതമായ എന്തെങ്കിലുമുണ്ടോ? ഇതുകൊണ്ടാണ് പരമ്പരാഗതമായി നമ്മുടെ കാരണവന്മാരെല്ലാം മരിക്കാൻ കിടക്കുന്ന ഒരാത്മാവിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നു എന്ന് കാണുമ്പോൾ കാതുകളിൽ ഓതിക്കൊടുക്കുന്ന മന്ത്രം എന്താണ്? ഈശോ മറിയം യൗസേപ്പേ എന്ന മന്ത്രമാണ്. ഈശോ മറിയം യൗസേപ്പേ എന്ന മന്ത്രം എന്ന പ്രാർത്ഥന കേട്ടുകൊണ്ട് ഒരാത്മാവ് കടന്നു പോകണമേ എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. കാരണം എന്താണ്? ഈ 3 പേരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. ഓ വന്യനായ യൗസേപ്പേ, നിന്നെപ്പോലെ ജീവിക്കാൻ മാത്രമല്ല, നിന്നെപ്പോലെ മരിക്കാനും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഈ ദിവസം നമുക്ക് പറയണം, പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും മരണം വേദനാജനകമാണ്. ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഏതൊരു ദൈവത്തിൻ്റെ മകനും മകൾക്കും മരണം വേദനാജനകമാണ്. സഭാപിതാക്കന്മാർ പൊതുവെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മരണം വേദനാജനകമാകാനുള്ള കാരണങ്ങളായി പറയുന്നത്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ വിട്ട് നമുക്ക് പോകേണ്ടതായി വരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ ഭൂമിയെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നു. ചില സമയങ്ങളിലെങ്കിലും നമ്മളുടെ ദേഷ്യം വരുന്ന നേരത്തോ അല്ലെങ്കിൽ എല്ലാം മോശകരമായി നടക്കുന്നു എന്ന് തോന്നുന്ന സമയത്തോ മരിച്ചു പോയെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ചിലർ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നവർ പോലും ഈ ഭൂമിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഈ മണ്ണിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം നാം ജനിച്ച സമയം മുതൽ നാം കാണുന്നവരാണ് നമ്മുടെ പ്രിയമുള്ളവരൊക്കെ. അതുകൊണ്ട് മരണം ഇത്തരത്തിലുള്ളൊരു വേർപാടായതുകൊണ്ട്, നിത്യകാലത്തിലേക്കുള്ള വേർപാടായതുകൊണ്ട് നമുക്ക് വേദനാജനകമാണ്.
രണ്ടാമത്തെ കാരണം, ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്ന സമയത്തിടത്തോളം തീവ്രമായൊരു വേദന ഒരു വേദനകൾക്കുമില്ല. മറ്റേതൊരു വേദനയും അതിനേക്കാൾ താണതാണ്. എൻ്റെ ആത്മാവ് മരണത്തോളം വേദനിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞത് ഓർക്കുക. അതിനേക്കാൾ അപ്പുറം മറ്റൊരു വേദനയില്ല. ഇതുകൊണ്ട് മരണം വേദനാജനകമാണ്. 3, മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചേക്കാം? ന്യായവിധി എങ്ങനെയായിരിക്കും? എൻ്റെ പ്രിയമുള്ളവരോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കപ്പെടുമോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആശങ്കകൾ മരണം നമ്മുടെ ഉള്ളിൽ ബാക്കി വെക്കുന്നതുകൊണ്ട് മരണം വേദനാജനകമാണ്. ദുഷ്ടപിശാച് ഒരാത്മാവിനെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന സമയം മരണത്തിൻ്റെ സമയമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരാത്മാവിനെ പീഡിപ്പിക്കുന്നത്? മരണം ഇത്ര കണ്ട് വേദനാജനകമാകാനുള്ള കാരണം എന്താണ്? നാം നമ്മുടെ ഭൗമികമായ ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ അതിജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പ്രലോഭനമോ, നമുക്കൊരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെയോ സംവിധാനത്തെയോ ആയിരിക്കും മരണസമയത്ത് നമ്മുടെ കൺപോളകളുടെ ഉള്ളിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ നേത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പിശാച് വെക്കുന്നത്. അപ്പോൾ അന്ത്യപ്രലോഭനം എന്ന് പറയുന്നത് ഈ മരണസമയത്തെ പ്രലോഭനമാണ്. സമാധാനകരമായി മരിക്കാൻ ഒരാത്മാവിനെ പിശാച് ഒരിക്കലും അനുവദിക്കില്ല. പ്രത്യേകിച്ചും അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ തുടങ്ങിയുള്ള വിശുദ്ധാത്മാക്കൾ പറയുന്നത് എങ്ങനെയാണ്? മരിക്കാൻ സമയമാകുമ്പോൾ ഒരു വിശുദ്ധാത്മാവിനെ പോലും നിരാശയിലേക്ക് തള്ളിയിടാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. കാരണം ഭൗമിക ജീവിതത്തിൽ അതിജീവിക്കാൻ കഷ്ടപ്പെട്ട പാപം, നമുക്കൊരിക്കലും താല്പര്യമില്ലാത്ത ഒന്ന്, നമ്മൾ മറുതലിച്ച് നിന്ന ഒന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. നമ്മെ ആകെ അസ്വസ്ഥമാക്കും. മരണസമയം സ്വസ്ഥമാക്കാൻ പിശാച് ഒട്ടും താല്പര്യപ്പെടാറില്ല. ഈ സമയത്താണ് മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. കാരണം അവൻ ജീവിച്ചതുപോലെ തന്നെ മരണവും മനോഹരമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് ഇങ്ങനെയാണ്: യൗസേപ്പിൻ്റെ മരണത്തിൻ്റെ സമയത്ത് യൗസേപ്പ് ഇങ്ങനെ പറഞ്ഞു ഈശോയോട്, എൻ്റെ മകനെ, എൻ്റെ ഈശോയെ, സ്വർഗത്തിലെ പിതാവ് നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ നിന്റെ ശരീരം എൻ്റെ കൈകളിൽ തന്നു. ഇതാ ഞാൻ മടങ്ങിപ്പോകുന്ന ഈ സമയത്ത് എൻ്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഞാൻ തരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഈശോ മരണത്തിൻ്റെ സമയത്ത് അവസാനം പറഞ്ഞ വചനം എന്താണ്? പിതാവേ, നിന്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഏതൊരു യഹൂദനും ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ കാതുകളിൽ ഓതിക്കൊടുക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണിത്. മരണസമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന, നിന്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തൻ്റെ പ്രാണനെ അർപ്പിച്ചുവെന്ന്. നമുക്കറിയാം, ഈശോയുമായി സമർപ്പണത്തിനായി അമ്മ മറിയവും യൗസേപ്പും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പ്രായപൂർത്തി വന്ന ശിമയോൻ എന്നൊരു പുരോഹിതൻ വന്നു. അവൻ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ സകല ജനതകളും കാത്തിരുന്ന, അതാണ് നമ്മൾ വചനത്തിൽ കേട്ടത്, സകല ജനത്തിനും വേണ്ടി അങ്ങ് ഒരുക്കിയിരുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതിനാൽ ഇനി ഈ ദാസനെ സമാധാനത്തിൽ പറഞ്ഞു വിടണമേ, സമാധാനത്തിൽ പറഞ്ഞു വിടണമേ, എനിക്കിനി ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇനി മരണത്തിന് തയ്യാറാണ്, തന്നെ സമർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മരണകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട ഒന്നാണല്ലോ മരണം. ഈ സമയത്ത് നമുക്ക് സ്നേഹത്തോടെ നൽമരണങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിനോട് പ്രാർത്ഥിക്കാം. ഓ വിശുദ്ധ ഔസേപ്പേ, നിനക്ക് ലഭിച്ചതുപോലുള്ള മനോഹരമായ മരണം സ്വീകരിക്കാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ. നല്ലൊരു ജീവിതം മാത്രമല്ല ഔസേപ്പേ, ഒപ്പം നല്ലൊരു മരണവും നീ ഞങ്ങൾക്ക് തരണമേ. ആകസ്മികമായ മരണങ്ങൾ, ഒരുക്കമില്ലാത്ത മരണങ്ങൾ, ഇവയിൽ നിന്നൊക്കെയും എൻ്റെ ആത്മാവിനെ, എൻ്റെ പ്രിയമുള്ളവരുടെ ആത്മാക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞാനത് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന നേരത്ത് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ, നീ നിൻ്റെ അപ്പൻ മരിച്ച നേരത്ത് കരഞ്ഞിട്ടുണ്ടോ? നീ കരഞ്ഞിരുന്നോ? തീർച്ചയായും ഈശോ കരഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം,
യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ തൻ്റെ പ്രിയ സുഹൃത്തായ ലാസർ മരിച്ചപ്പോൾ നെഞ്ചുപൊട്ടി കരയുന്നത് കണ്ടപ്പോൾ മർത്തായും മറിയവും ലാസറിൻ്റെ സഹോദരിമാർ നോക്കി നിൽക്കുകയാണ്. ഈശോ കരഞ്ഞു. എങ്കിൽ അപ്പൻ മരണസമയത്ത് മരിക്കുന്ന സമയത്ത് അവൻ്റെ കൺപോളകൾ അടയ്ക്കാൻ, അവൻ്റെ ശരീരമെല്ലാം ക്രമപ്പെടുത്താൻ, അവൻ്റെ ശവസംസ്കാരത്തിന് ആവശ്യമായതെല്ലാം ചെയ്യാൻ ഈ പ്രിയപ്പെട്ട മകനല്ലാതെ മറ്റാരാണുള്ളത് യൗസേപ്പിന്? സഹോദരങ്ങളെ, കരച്ചിൽ ബലഹീനതയല്ല, ബലമാണ്. സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന ചില ബലങ്ങളൊക്കെയാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത്. സ്നേഹത്തോടെ പ്രിയമുള്ളവരെ ഓർത്ത് നിങ്ങൾ കരയുന്നുണ്ട് എങ്കിൽ, വിഷമിക്കുന്നുണ്ട് എങ്കിൽ, സ്നേഹത്തോടെ നൽമരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനോട്, കൂട്ടത്തിൽ നിന്ന പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർത്ത് ഈശോയുടെ കൈകളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. യൗസേപ്പ് എന്തുകൊണ്ടായിരിക്കും അവസാനമായപ്പോൾ യൗസേപ്പിനെ സ്വർഗത്തിലേക്ക് തൻ്റെ പരസ്യകാല ജീവിതത്തിന് മുമ്പ് ഈശോ വിളിച്ചത്, ദൈവം വിളിച്ചത്? തീർച്ചയായും പരസ്യകാലത്ത് ഈശോ പറഞ്ഞതൊക്കെ അബ്ബായെക്കുറിച്ചാണ്, സ്വർഗത്തിലെ അബ്ബായെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്. ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകണ്ടല്ലോ, ഭൗതിക ജീവിതത്തിലെ യൗസേപ്പാണ് ഈ അപ്പനെന്ന് ഉള്ള കൺഫ്യൂഷനൊന്നും ഒഴിവാക്കാനായിരിക്കാം ഒരു പക്ഷേ യൗസേപ്പ് അതിനു മുമ്പ് മരിച്ചു പോയത് എന്ന് ചിലരെങ്കിലും ധ്യാനിക്കാറുണ്ട്, സഭാപിതാക്കന്മാർ പറയാറുമുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് വിശുദ്ധമായൊരു മരണം വേണം. വിശുദ്ധമായൊരു ജീവിതം എന്നതുപോലെ അനുഗ്രഹീതമായൊരു മരണവും വേണം. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഓ നൽമരണങ്ങളുടെ മധ്യസ്ഥനായ യൗസേപ്പെ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ വന്യനായ യൗസേപ്പിനോട് ചേർന്ന് ഞങ്ങൾ നിരന്തരം ഉരുവിടുവാൻ ആഗ്രഹിക്കുന്ന ആ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സമയം ഞങ്ങൾ ആവർത്തിക്കുന്നു. ഈശോ മറിയം യൗസേപ്പെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ മറിയം യൗസേപ്പെ, ഭൂമിയിൽ ആരെല്ലാം ഈ സമയം അന്ത്യശ്വാസം വെടിയുന്നുവോ അവരുടെ കാതുകളിലെല്ലാം ഈ പ്രാർത്ഥന അലയടിക്കട്ടെ. ഈശോ മറിയം യൗസേപ്പെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക്, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ സന്തത സഹചാരികൾക്ക്, കോവിഡ് ബാധ മൂലം മരിച്ചു പോയിരിക്കുന്ന 10,000-കണക്കിന് ദൈവമക്കൾക്ക് ഓ ഈശോ മറിയം യൗസേപ്പെ, നീ കൂട്ടായിരിക്കണമേ, നീ കൂട്ടായിരിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, സ്നേഹത്തോടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈശോ മറിയം യൗസേപ്പിതാവേ, എന്നാത്മാവിനെന്നും കൂട്ടാകണേ. ഈശോ മറിയം യൗസേപ്പിതാവേ, ഇപ്പോഴും എപ്പോഴും കൂട്ടാകണേ. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്കാളിയുമായി യൗസേപ്പിതാവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതനെ ഫലമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങയിൽ വിശ്വാസമർപ്പിച്ചു, അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു. വാഴ്ത്തപ്പെട്ട യൗസേപ്പിതാവേ, ജീവിതപാതയിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്ക് നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. ഓ സ്നേഹതാതനാം യൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴികാട്ടിയിടണേ അനുദിനവും. സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴികാട്ടിയിടണേ അനുദിനവും. മാതാവും പൊന്നുണ്ണി യേശുവും അങ്ങേ സ്നേഹക്കൂട്ടിൽ കഴിഞ്ഞതുപോ
പ്രിയതാതാങ്ങി വാത്സല്യമേറ്റ് സ്നേഹത്തിൽ ഞങ്ങൾ വളർന്നിടട്ടെ. പ്രിയതാതാങ്ങി വാത്സല്യമേറ്റ് സ്നേഹത്തിൽ ഞങ്ങൾ വളർന്നിടട്ടെ. പാലക നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലക നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപുത്രന്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്തുവിന്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടുംബങ്ങളുടെ പിതാമഹനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ജീവന്റെ നാഥനേ, സകലത്തിൻ നായക, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. മരണത്തിൻ നേരത്തും കൂട്ടുവരുന്നോനേ, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. മരണത്തിനപ്പുറം ജീവൻ തരുന്നോനേ, അങ്ങയെ ഞങ്ങൾ ആരാധിപ്പൂ. ഈശോ മറിയം യൗസേപ്പിതാവേ, ഇപ്പോഴും എപ്പോഴും കൂട്ടാകണേ. ഈശോ മറിയം യൗസേപ്പിതാവേ, എന്നാത്മാവിൻ